3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാനയാണ്. കുങ്കി ആനകളുടെ ഒന്നും സഹായം ആവശ്യമില്ലാതെ തന്നെ ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വടമൊക്കെ ഇവിടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിച്ചിട്ടുണ്ട്. മയങ്ങിയ ആനയാണ്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ആനയെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ വളരെ ശൗര്യം കാണിച്ച ആനയാണ്, അല്ലെങ്കിൽ വളരെ വേഗം ആളുകളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്ത ആനയാണ്. ഇപ്പോൾ ആനയുടെ കാലിൽ വടം ഉപയോഗിച്ച് കെട്ടുകയാണ്. ആളുകൾ ആനയുടെ ഒരു കാലിൽ വടം ഉപയോഗിച്ച് കെട്ടി, മറ്റ് 4 ഇടങ്ങളിലും വടം ഉപയോഗിച്ച് കെട്ടും. അതിന് ശേഷമായിരിക്കും പിന്നീട് ആനയെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കീഴിലായി കഴിഞ്ഞു. ആന ഇനിയിപ്പോൾ വളരെ വേഗം തന്നെ ആനിമൽ ആംബുലൻസിലേക്ക് ആനയെ കയറ്റാൻ കഴിയും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആന വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ നിന്നും തൊട്ടടുത്ത് തന്നെ റോഡുണ്ട്. ആ റൂട്ടിൽ തന്നെ ആനിമൽ ആംബുലൻസ് ഉണ്ട്. ആനിമൽ ആംബുലൻസിലേക്ക് ആനയെ മാറ്റാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ആനയുടെ എല്ലാ ഇടങ്ങളിലും കാലുകളിലും കൈകളിലും ഒക്കെ ഈ വടം ഉപയോഗിച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കെട്ടി ആനയെ വരുതിയിലാക്കിയ ശേഷമായിരിക്കും ഇവിടെ നിന്നും ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റുക. കണ്ടോ, ഒരു ആനയുടെ മയക്കുവെടി വെച്ച സ്ഥലം അവിടെ നിന്നും അത് ഊരി മാറ്റുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ തന്നെ വെച്ച് ആനയെ ഒരുപക്ഷെ ചികിത്സ നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ഇവിടെ നിന്ന് ആനയുടെ കൈയും കാലും ഒക്കെ തന്നെ ഈ വടം ഉപയോഗിച്ച് കെട്ടി ഇരിക്കുകയാണ്. അതുകൊണ്ട് ആനയെ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്, അതായത് ആനിമൽ ആംബുലൻസിൻ്റെ അങ്ങോട്ടേക്ക് ഈ വടത്തിൽ കെട്ടി ആനയെ വലിച്ചുകൊണ്ട് പോവുക എന്നതാണ്. നേരത്തെ കുങ്കി ആനകളുടെ സഹായത്തോടു കൂടിയാണ് പോയതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഈ വടം ഉപയോഗിച്ച് ആനയുടെ കാലുകൾ ബന്ധിച്ച് അവിടെ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിച്ചുകൊണ്ട് ആംബുലൻസിൻ്റെ സമീപത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആന പൂർണ്ണമായും മയങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ആനയ്ക്ക് പഴയ ശൗര്യമില്ല. അങ്ങനെ ആന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വരുതിയിലായി കഴിഞ്ഞു എന്നതാണ്. എത്രയും വേഗം തന്നെ ഇപ്പോൾ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റി ആനയെ കൊണ്ടുപോകാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആനയുടെ അതിജീവനം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇത്രയും പരിക്കുകളുള്ള, വായിൽ മാത്രമല്ല കാലിലും പരിക്കുള്ളൊരു ആനയാണ്. അങ്ങനെ ഒരു ആന എത്ര കാലം ചികിത്സ നൽകിയാൽ കൂടി അതിജീവിക്കുമെന്നൊരു ചോദ്യമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അത് വളരെ സാധ്യത കുറവാണ്. കാരണം ചെറുപ്രായമാണ്, ഭക്ഷണം അതായത് തീറ്റ അതിന് എടുക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ചികിത്സ നൽകിയാൽ കൂടി എത്ര കാലം അത് മുന്നോട്ട് പോകും, അത് ജീവിക്കും എന്നതും ഒരു പ്രധാന ആശങ്കയായി നിലനിൽക്കുന്നു. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുണ്ട്, പക്ഷെ അവർക്ക് ആശങ്കയുണ്ട്. ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെയൊരു ആന ഇറങ്ങുന്നു എന്നത് അത്ര വലിയ മുറിവ് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, വലിയ മുറിവാണ്. അതാണ് നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതിൻ്റെ കീഴ്ത്താടിയിലാണ് പൊട്ടലുള്ളത്. അപ്പോൾ ഒരു പക്ഷേ അതെങ്ങനെ സംഭവിച്ചു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് ഈ ആന വായിലുള്ളിലേക്കാണ് വെള്ളം കൊണ്ടുപോകുന്നത്. കാരണം ഇവിടെ, അതായത് ഈ താടിയോട് ചേർന്ന് കീഴ്ത്താടിയോട് ചേർന്നാണ് അതിന് ഈ പൊട്ടൽ ഉള്ളത്. അതുകൊണ്ട് അവിടെ അത് ആനയ്ക്ക് അവിടെ വെള്ളം ഉറ്റുമ്പോൾ അല്ലെങ്കിൽ അവിടെ വളരെ വേദന ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഉള്ളിലേക്ക് വെള്ളം എടുക്കുന്നത്. ഏതായാലും ആനയെ വടം ഉപയോഗിച്ച് ചുറ്റി വരുതിയിലാക്കിയിരിക്കുന്നു വനംവകുപ്പ് എന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും